സോ ഹായ് ഓൾ, നമ്മളിത് വളരെ ചെറിയൊരു സെക്ഷനാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഈ ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ എന്താ പറയാ, ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തെ അപ്ലിക്കേഷൻ മാത്രം നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ വേറെ വീഡിയോ ആയിട്ട് തരും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. ഓക്കെ, നമുക്ക് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം. സ്വിച്ചിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഓൺ ആക്കി എന്ത് ചെയ്യും, സാധനം ഓൺ ആവും, ലൈറ്റ് തരും, ഓഫ് ആക്കി ഓഫ് ആവും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സർക്യൂട്ടിലാണെങ്കിൽ ഓൺ ആക്കിയാൽ കറണ്ട് പാസ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ല. അതായത് നമ്മൾ ലോജിക് ഗേറ്റിൽ പഠിച്ചിട്ടുണ്ട്, 1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഹൈ ആവും, 0 എന്ന് പറഞ്ഞാൽ ഓഫ് ആവും. അങ്ങനെ ഓൺ ഓഫ്, അതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ സ്വിച്ച് ആയിട്ട്. അപ്പോ എ ട്രാൻസിസ്റ്റർ ക്യാൻ ആക്ട് ആസ് ആൻ ഇൻവെർട്ടിംഗ് സ്വിച്ച് വെൻ ഇറ്റ് ഈസ് ബയാസ്ഡ് ഇൻ കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ഒരു ട്രാൻസിസ്റ്ററിന് സ്വിച്ച് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? അത് കട്ട് ഓഫ് റീജിയനും സാച്ചുറേറ്റഡ് റീജിയനും എന്താ പറയാ, ബയാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ നമ്മൾ രണ്ടും പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. That is, we get a high output voltage if the input is low and a low output voltage if the input is high. So അതാണ് സ്വിച്ചിന്റെ വർക്കിംഗ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, സ്വിച്ച് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വളരെ ഹൈ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഔട്ട്പുട്ട് വളരെ ഹൈ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ലോ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഹൈ ആയിരിക്കും. അതായത് ഇൻപുട്ട് കൂടിയാൽ എന്ത് ചെയ്യും, സ്വിച്ചിന്റെ കേസിൽ ഔട്ട്പുട്ട് കുറയും. ഓക്കെ, അതേപോലെ ഇൻപുട്ട് കുറഞ്ഞാലോ ഔട്ട്പുട്ട് കൂടും ചെയ്യും. ഓക്കെ, ഔട്ട്പുട്ട് കൂടുകയും ചെയ്യും. സോ ഇതാണ് ഒരു ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ സ്വിച്ചിന്റെ എന്താ പറയുക, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇൻപുട്ട് കൂടിയാൽ ഔട്ട്പുട്ട് കുറയും, ഔട്ട്പുട്ട് കൂടിയാൽ ഇൻപുട്ട് കുറയും, അല്ലെങ്കിൽ ഇൻപുട്ട് കുറഞ്ഞാൽ ഔട്ട്പുട്ട് കൂടും, ഔട്ട്പുട്ട് കുറഞ്ഞാൽ ഇൻപുട്ട് കുറയും. ഓക്കെ, ഔട്ട്പുട്ട് കുറഞ്ഞാൽ ഇൻപുട്ട് കൂടും. അതായത് വൈസ് ഒക്കെ എന്താ പറയുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. സോ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെ ഇത് വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊന്ന് സർക്യൂട്ട് ആയി നമുക്കൊന്ന് വരച്ചു നോക്കാം. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, ഇത് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ട്രാൻസിസ്റ്റർ ആണല്ലേ, അപ്പൊ നമുക്ക് ട്രാൻസിസ്റ്റർ വരക്കണം. ഓക്കെ, അപ്പൊ ഇത് ട്രാൻസിസ്റ്റർ നമ്മൾ വരക്കാൻ പോവാണ്. ട്രാൻസിസ്റ്റർ അത്ര വലിയ സംഭവം ഒന്നുമല്ല. ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് ലാബിലൊക്കെ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നെങ്കിൽ ലാബിൽ കാണാനൊക്കെ പറ്റും, വലിയ വിഷയമാക്കണ്ട. അപ്പൊ നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം, എങ്ങനെ ഇത് വരും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ ഒക്കെ നല്ല വ്യക്തമായിട്ട് വരക്കണേ. ഈ ഇലക്ട്രോണിക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ ഡ്രോയിങ്ങിന് വളരെ നല്ല മാർക്ക് ഉണ്ട്, മീൻസ് ഡ്രോയിങ്ങിന് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആദ്യം ഈ റെസിസ്റ്റർ നേരെ ഇതിന്റെ ബേസിൽ ഇങ്ങനെ പോകും. ഓക്കെ, പിന്നെ നേരെ ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ വരും. പിന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് നേരെ ഒരു സെല്ല്. ഓക്കെ, നേരത്തെ നമ്മൾ വരച്ച അതേപോലെ തന്നെ. പിന്നെ ഇവിടുന്ന് നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ താഴോട്ട് കയറും. ഓക്കെ, പിന്നെ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ അറിയാം. അപ്പൊ ഇത് നേരെ ബേസ് ആട്ടോ, ഇത് നേരെ ബേസിക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ബേസ് വരെ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ബേസ് കേട്ടോ. അപ്പൊ നമ്മൾ ബേസിക് വേണം ഇതൊക്കെ കൊടുക്കാൻ. ഓക്കെ, ബേസിക് ആണ് കൊടുക്കേണ്ടത്, അല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ കൊടുക്കരുത്, ആൻസർ തെറ്റി പോകും. ബേസിക് ആണ് നമ്മൾ കണക്ഷൻ ഒക്കെ ചെയ്യാറ്, സാധാരണ അല്ല, എപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറ്. ഓക്കെ, സോ ബേസിക് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. സോ ഇത് ബേസിക് ആണ്. ഓക്കെ, അപ്പൊ ബേസിക് ആണ് നമ്മൾ ഇത് കൊടുക്കണം. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കണേ, പിന്നെ കാണിച്ചു തരാം. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ ഭാഗം നേരെ ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, നേരെ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, നേരെ ഗ്രൗണ്ട് ചെയ്യും. പിന്നെ ഇതാണ് ഈ ഭാഗത്തിന്റെ എമിറ്റർ, ഇതാണ്. പിന്നെ ഇതാണ് ബേസ്, ഇതാണ് കളക്ടർ, ഇതാണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ വല്ലാതെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ കളക്ടർ ആണിത്. അപ്പൊ ഇനി ഇവിടുന്ന് നേരെ, ഓക്കെ, ഇവിടുന്ന് നേരെ ഇങ്ങനെ പോകുന്നു. നേരെ ഇങ്ങനെ പോയിട്ട്, ഓക്കെ, ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റർ നമ്മൾ ഇവിടെയും കൊടുക്കുന്നു. പിന്നെ ഒരു റെസിസ്റ്റർ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ എന്താന്നൊക്കെ പറഞ്ഞുതരാം, വിഷയാക്കണ്ട. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ എടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യും, ഇവിടെ നേരെ ഒരു ഔട്ട്പുട്ട് ഇവിടുന്ന് എടുക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, സോ മാർക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെ എങ്ങനെയൊക്കെ വരണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം, വിഷയാക്കണ്ട. സോ നമുക്ക് ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം, അതേപോലെ നോക്കിയാൽ മതി. ഇതാണ് ഇത് ബേസ് നിന്ന് ഇങ്ങോട്ട് കൊടുത്താണ്. സോ ഇതാണ് വി ബി ബി, നമ്മൾ നേരത്തെ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ കണ്ടു. പിന്നെ ഇത് ബേസ് നിന്ന് ഇങ്ങോട്ടുള്ളതായതുകൊണ്ട് ഇതാണ് ആർ ബി, അതായത് ബേസിൽ നിന്നാണ് ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അത് ആർ ബി. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ആണ് ഐ ബി. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ആണ് ഐ ബി, ബേസ് കറണ്ട്. ഓക്കെ, പിന്നെ എമിറ്ററിന് താഴോട്ട് ഒരു കറണ്ട് പോകുന്നുണ്ട്, അതാണ് ഐ ഇ. എന്താണ് ഐ എന്ന് പറഞ്ഞാൽ അത്. പിന്നെ ഈ ഒരു കളക്ടർ, ഇത് കളക്ടർ ആണല്ലോ. സോ കളക്ടർ നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വി സി സി കൊടുത്തിട്ടുണ്ട്. അതായത് കളക്ടർക്ക് കൊടുത്ത വോൾട്ടേജ് ആണ് വി സി സി. പിന്നെ കളക്ടർ കൂടെയാണ് ഇത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു കറണ്ട് വരുന്നുണ്ട്, അതാണ് കളക്ടർ കറണ്ട് ഐ സി. ഇത് റെസിസ്റ്റർ ഉണ്ട്, അതാണ് കളക്ടറിനോട് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ആർ സി എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ആർ സി. ഓക്കെ,
പിന്നെ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ കളക്ടർ എമിറ്റർ ആണ്. സോ കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഉണ്ടാവും. കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഉണ്ടാവും. അതാണ് VCE. സോ അത് ഇവിടെ മെഷർ ചെയ്യണം. സോ അതാണ് VCE. ഓക്കെ. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ബേസ്, അതായത് ഈ ബേസിൽ കൊടുത്ത വോൾട്ടേജ് ആണ് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് VI. കളക്ടറിന് എമിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദാറ്റ് ഈസ് V ഔട്ട് VO. ഓക്കെ, V ഔട്ട് VO. അപ്പൊ അതാണ് ഇവിടെ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഇതിന്റെ മെഷർമെന്റ്സ്, അല്ലെങ്കിൽ ഇതിന്റെ മെഷർമെന്റ്സും കാര്യം. ഇതാണ് ഒരു സ്വിച്ചിന്റെ ഡയഗ്രാം. ഓക്കെ, ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഇങ്ങനെയാണ് ഒരു സ്വിച്ച് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇവിടെ ഒരു ക്രിച്ചോഫ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിൽ കിട്ടിയ ഇൻഫറൻസസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് നമ്മൾ ഇവിടെ ജസ്റ്റ് പറയാൻ പോകുന്നത്. എന്താണ്, ഹിയർ ദ ട്രാൻസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ CE മോഡ്, അതായത് കോമൺ എമിറ്റർ മോഡിലാണ് ഈ സാധനം കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ദ ബയാസ് വോൾട്ടേജ് VBB ആക്ട് ആസ് എന്താ പറയാ, ആക്ട് ആസ് ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ബയാസ് വോൾട്ടേജ് അല്ലെങ്കിൽ ബേസിൽ കൊടുത്ത വോൾട്ടേജ്, അതാണ് VBB. അതാണ് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കളക്ടർ ആൻഡ് എമിറ്റർ, അതായത് VCE അതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ്. VO എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അതായത് VIയും VOയും നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്താണ് സ്വിച്ചിന്റെ പ്രിൻസിപ്പിൾ, VI കൂടുമ്പോൾ എന്ത് ചെയ്യും, VO കുറയണം. അതേപോലെ VO കുറയുമ്പോൾ എന്ത് ചെയ്യണം, VI കുറയുമ്പോൾ VO കൂടണം. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രിൻസിപ്പിൾ. ഇൻപുട്ട് കൂടിയാൽ ഔട്ട്പുട്ട് കുറയും, ഇൻപുട്ട് കുറഞ്ഞാൽ ഔട്ട്പുട്ട് കൂടും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടെ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻപുട്ടിൽ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യാൻ പോകണം. സോ അപ്ലൈ കിർച്ചോഫ് ലോ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കിർച്ചോഫ് ലോ. അപ്ലൈ കിർച്ചോഫ് ലോ എന്താ പറയാ, ഇൻ ഇൻപുട്ട്. ആദ്യം ഇൻപുട്ടിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞുതരാം. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതാ ഇത്രക്കേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നമ്മൾ യാത്ര തിരിക്കുകയാണ്. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ, ഇതാണ് ഇൻപുട്ട്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി ഇങ്ങോട്ട് തന്നെ എത്തും. ഇത്ര ഉള്ളൂ ഇൻപുട്ട്. ഈ ഭാഗത്തേക്ക് ഔട്ട്പുട്ട് ആണ്. സോ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മളെ പാത. സോ എങ്ങനെ വരും, ആദ്യം അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, യാത്ര തുടങ്ങുകയാണ്. സോ ഇവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ആദ്യം ഇവിടെ VBB ആണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. സോ VBB ഈസ് ഈക്വൽ ടു, നമ്മൾ പണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചില്ല, അതേ യാത്രയാണ് നമ്മൾ പോകുന്നത്. സോ ആദ്യം നമ്മൾ സെല്ലിന്റെ ബാറ്ററി വോൾട്ടേജ് VBB. ഓക്കെ, VBB. ഓക്കെ, അപ്പൊ VBB എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് ആണ്. VBB ഈസ് ഈക്വൽ ടു, നമ്മൾ യാത്ര പോവാണ്. സോ ഇവിടെ IB ഉണ്ട്, ഇവിടെ RB ഉണ്ട്. സോ അത് രണ്ടും പ്ലസ്, അത് രണ്ടും ഇൻറ്റു ചെയ്യുക, കാരണം വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ IB എന്താ പറയാ, IB RB പ്ലസ്. ഇനി ഇവിടെ ഒരു വോൾട്ടേജും കൂടെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ യാത്ര ഇവിടെ കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ടാണ്. സോ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അതായത് ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള ഒരു വോൾട്ടേജ് ഉണ്ട്, VBE. എന്താണ് VBE? സോ അതും കൂടെ കൂട്ടിയിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് വരും. സോ VBB is equal to IB RB plus V എന്താ പറയാ, VBE. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തോ. അപ്പൊ ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഒന്നുമില്ല, സിമ്പിൾ ആണ്. ആദ്യം VBB, അതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ആയിക്കോട്ടെ, നേരെ ഒരു യാത്ര ഇങ്ങനെ പോകുന്നു. ഇവിടെ IB ഉണ്ട്, RB ഉണ്ട്. സോ IB RB. പിന്നെ ഇതിവിടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ വേറൊരു വോൾട്ടേജ് ഉണ്ട്. സോ അത് ആഡ് ചെയ്താൽ മതി. സോ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത് ഇൻപുട്ടിലാണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തത്. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഔട്ട്പുട്ടിൽ കൊടുക്കാം. സോ രണ്ടാമത്തത് അപ്ലൈ കിർച്ചോഫ് ലോ. ഓക്കെ, അപ്ലൈ എന്താ പറയാ, കിർച്ചോഫ് എന്താ പറയാ ലോ ഇൻ ഔട്ട്പുട്ടിൽ നമ്മൾ കിർച്ചോഫ് ലോ കൊടുക്കുക. സോ നമ്മൾ ഔട്ട്പുട്ട് ആദ്യം ഏതാണെന്ന് മനസ്സിലാക്കണം. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. എങ്ങനെ ഔട്ട്പുട്ട് വരുന്ന അറിയാം, ഇതിലൂടെ ഇങ്ങനെ VCC ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഇത്ര ഉള്ളൂ ഔട്ട്പുട്ട്. ഓക്കെ, ഇവിടുന്ന് ഇത്രയും മാത്രമേ ഔട്ട്പുട്ട് വരുള്ളൂ. ആ Iനൊന്നും നിങ്ങളിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നേരെ ഇങ്ങനെ കറണ്ട് വന്നിട്ട് ഇത്രക്ക് ഇങ്ങനെ പോകുന്നുള്ളൂ. ഇവിടെ അതിനൊന്നും കണക്ഷൻ ഇല്ല. Iക്കൊന്നും നമ്മൾ നോക്കണ്ട, I നേരെ ഗ്രൗണ്ടഡ് ആണ്, അങ്ങനെ നോക്കോളൂ. സോ ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്ന് ഇത്രക്കേ ഉള്ളൂ. സോ നമുക്ക് ഇവിടുത്തെ കിർച്ചോഫ് എഴുതണം. സോ കിർച്ചോഫ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് തുടങ്ങുക, ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ ഇവിടുന്നാണ് തുടങ്ങുന്നത്. സോ VCC നമുക്ക് തുടങ്ങണം. സോ VCC നമുക്ക് തുടങ്ങാം. അത് നമുക്ക് വിഷയം. ഓക്കെ, VCC തുടങ്ങാം. അപ്പൊ എന്താ വരിക, സോ VCC is equal to VCC ഇങ്ങനെ തുടങ്ങും. അതേ is equal to ഇവിടെ IC ഉണ്ട്, RC ഉണ്ട്. സോ അത് രണ്ടും നിങ്ങൾ ഇൻറ്റു ചെയ്യാം. സോ IC RC പ്ലസ് ഇവിടെ നേരെ വന്ന അവിടെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ഉണ്ട്. ഓക്കെ, എന്തുണ്ട്, VCE ഉണ്ട്. സോ ഇതാണ് എന്ത്, ഇവിടുത്തെ കിർച്ചോഫ് ലോ. ഓക്കെ, എന്താ വരുന്നത്, VCC is equal to IC RC plus VCE. ഓക്കെ, ഞാനത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതാണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയ കിർച്ചോഫ് ലോ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയ കിർച്ചോഫ് ലോ. ജസ്റ്റ് എന്താ പറ്റിയെന്ന് വെച്ചാൽ അറിയാതെ എന്റെ കഴ്സർ ഇങ്ങനെ തട്ടിപ്പോയി. അപ്പൊ വിഷയാക്കണ്ട. അപ്പൊ ഞാനിത് എന്ത് ചെയ്യാം, നേരെ താഴോട്ട് വെച്ച് തരാം.
ഓക്കെ, അപ്പൊ നേരെ താഴോട്ട് വെച്ച് തരാം. സോ ഇതാണ് ഇവിടുത്തെ കിർച്ചോഫ്. ഓക്കെ, അപ്പൊ ഞാനത് കുറച്ചും കൂടെ വലുതായിട്ട് എഴുതാം, അതല്ല കുറച്ചുകൂടെ ഭംഗി. സോ എന്ത് കിട്ടും? ബി സി സി ഈസ് ഈക്വൽ ടു വി സി സി, ഓക്കെ, ഈസ് ഈക്വൽ ടു ഐ സി ഇൻറ്റു എന്താ പറയാ ആർ സി പ്ലസ് എന്ത് കിട്ടും? പ്ലസ് വി സി ഇ പ്ലസ് വി സി ഇ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയാം, ഞാൻ അങ്ങോട്ട് ഡെലിറ്റ് ചെയ്ത് കളയട്ടെ. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ആരൊക്കെ? ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ്, ഇവിടുത്തെ ഇൻപുട്ട് വി ബി ബി ആണ് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഇ ആണ്. സോ അതും കൂടെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. വി ബി ബി ആണ് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ്. സോ വി ബി ബി ആണ് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജോ വി സി ഇ ആണ് ഇവിടുത്തെ വി ഔട്ട്പുട്ട്. വി ഒ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, വി ഒ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ ഇത് ഇക്വേഷൻ നമ്പർ 2 കേട്ടോ. കാര്യമുണ്ട്, കാരണം ഇനി ഇതുമെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ നമ്പർ 2 കേട്ടോ. ഓക്കെ, ഇനി ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ വി ബി ബിക്ക് പകരം വി ഐ എന്ന് കൊടുത്തോട്ടെ. ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ വി ബി ബിക്ക് പകരം വി ഐ എന്ന് കൊടുക്കുക കേട്ടോ. സോ വി ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഐ ബി എന്ത് കിട്ടും? ആർ ബി പ്ലസ് എന്ത് കിട്ടും? പ്ലസ് വി ബി ഇ. ഓക്കെ, ഞാൻ അതിനെ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ കേട്ടോ, വിഷയാക്കണ്ട. രണ്ടാമത്തെ ഇക്വേഷൻ വി സി ഇ ആണ് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഈ വി സിനെ ഇവിടെ എടുത്തിട്ട് നേരെ ഇതിനെ അങ്ങോട്ട് എടുക്കും. വി സിനെ നേരെ ഇവിടെ എടുത്തിട്ട് ഈ പ്ലസ് ഐ സി ആർ സി ഞാൻ അങ്ങോട്ട് എടുക്കും. സോ വി സി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഒ ആണ് അല്ലെ. സോ ഞാൻ അടുത്ത ഇക്വേഷൻ വരും, വി ഒ ഈസ് ഈക്വൽ ടു ഈ പ്ലസ് ഐ സി ആർ സി ഞാൻ ഇങ്ങോട്ട് എടുക്കും. സോ എന്ത് കിട്ടും? വി സി സി മൈനസ് എന്ത് കിട്ടും? ഐ സി ആർ സി എന്ന് കിട്ടും. സോ ഇത് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഒന്നുമില്ല, വലിയ അറേഞ്ച്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ നമ്പർ അതന്നെ അങ്ങനെ തന്നെ ഇട്ടാൽ മതി, വലിയ പ്രശ്നമൊന്നും വരാനില്ല അവിടെ. അല്ലെങ്കിൽ ഇപ്പൊ ഇക്വേഷന് എ ബി എന്നോ എന്തും കൊടുത്തു, അല്ലെങ്കിൽ സി ഡി എന്നോ എന്തും കൊടുത്തു, നിങ്ങളെ ഇഷ്ടം. ഓക്കെ, സോ ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്, ഇതാണ് സ്വിച്ചിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി നമുക്ക് ഇത് പ്രവർത്തിക്കണം. ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് സാച്ചുറേഷൻ റീജിയനിലാണ്. ഇനി നമുക്ക് ഇത് നോക്കാം. ഇഫ് ദ ഇൻപുട്ട്, അപ്പൊ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇനി വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ കണ്ടോ. ഓക്കെ, ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ലോ, സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിന്റെ വോൾട്ടേജ് 0.6 വോൾട്ട് ആണ്, അതിനേക്കാൾ കുറവാകുക. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് വളരെ, അതായത് വി ഐ വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ദെൻ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ആദ്യം നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് വളരെ ലോ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഇൻപുട്ട് വോൾട്ടേജ് വളരെ ലോ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് സ്റ്റേറ്റിലാണ്. കട്ട് ഓഫ് സ്റ്റേറ്റ് ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവിടുത്തെ ബേസ് കറണ്ട് ഐ ബി 0 ആയിരിക്കും, അതേപോലെ കളക്ടർ കറണ്ട് ഐ സിയും 0 ആയിരിക്കും. ഓക്കെ, ഐ സിയും 0 ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യാം? ഈ ഐസിന്റെ വാല്യൂ നേരെ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഈ ഭാഗം മൊത്തം 0 ആവും. അപ്പൊ ആ സമയത്ത് എന്ത് കിട്ടും? വി ഒ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി സി സി എന്ന് കിട്ടും. വി ഒ ഈസ് ഈക്വൽ ടു വി സി സി എന്ന് കിട്ടും. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വി ഒ ഈസ് ഈക്വൽ ടു എന്താ പറയാ? വി സി സി എന്ന് കിട്ടും. വി ഒ ഈസ് ഈക്വൽ ടു വി സി സി എന്ന് കിട്ടും. അതായത് വി സി സിന്റെ വാല്യൂ എപ്പോഴും വളരെ ഹൈ ആയിരിക്കും. സോ വി സി സിന്റെ വാല്യൂ ഹൈ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വി ഒക്ക് ഈക്വൽ ആണ് അത്. സോ അതും ഭയങ്കര ഹൈ ആയിരിക്കും. സോ അതാണ്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ലോ ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ ഹൈ ആയി. വി സി സി എപ്പോഴും ഹൈ ആയിരിക്കും. സോ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ അത് വളരെ ഹൈ ആയിരുന്നു. അപ്പൊ നമ്മളെ കൺസെപ്റ്റ് ഓൾറെഡി ക്ലിയർ ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്തായും ലോ ആവുമ്പോൾ ഔട്ട്പുട്ട് ഇപ്പൊ ഹൈ ആയിട്ട് കിട്ടി. അപ്പൊ ഇങ്ങനെ തന്നെയാണ് സ്വിച്ച് വർക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കൊടുക്കാം. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. അത് കുറഞ്ഞോളും, നമ്മൾ നോക്കൊന്നും വേണ്ട. ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ് ടു ഹൈ വാല്യൂ ദെൻ ദ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓൺ ടു സാച്ചുറേഷൻ. ഓക്കെ, നേരത്തെ കട്ട് ഓഫ് ആയിരുന്നു. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ കൂടാൻ തുടങ്ങുമ്പോൾ കട്ട് ഓഫ് ഒന്ന് സാച്ചുറേഷൻ റീജിയനിലോട്ട് ട്രാൻസിസ്റ്റർ മാറും. ആൻഡ് ഐ സി ഇൻക്രീസസ് ടു മാക്സിമം വാല്യൂ. അങ്ങനെ എന്ത് ചെയ്യും? ഐ സി മാക്സിമം വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഫ്രം ഇക്വേഷൻ 2 ദ ഔട്ട്പുട്ട് ഡിക്രീസസ് ടു 0. അങ്ങനെ കൂടുമ്പോൾ ഇക്വേഷൻ 2 പ്രകാരം ഇക്വേഷൻ 2 നോക്കി. ഇക്വേഷൻ 2 എന്താ സംഭവിച്ചത്? സാച്ചുറേഷൻ കൂടുമ്പോൾ, അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ഐസിന്റെ വാല്യൂ നല്ലോണം കൂടും. ഓക്കെ, അപ്പൊ ഐ സി കൂടി എന്താ സംഭവിക്കുക? ഈ ഐ സി ആർ സി എന്നുള്ള മൊത്തം ടേമിന്റെ വാല്യൂ കൂടും. അങ്ങനെ കൂടുമ്പോൾ അത് വി സി സിനേക്കാൾ കൂടുതൽ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇത് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ് കിട്ടുക. സോ അതായത് അതായത് വല്ലാതെ കുറയും. അതായത് ഇത്രേ ഉള്ളൂ. ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ഐ സി കൂടുമ്പോൾ ഐ സി ആർ സി എന്നുള്ള ടേം മൊത്തത്തിൽ കൂടും. അതിങ്ങനെ കൂടുക അനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. കാരണം ഇവിടെ മൈനസ് ചെയ്യാണല്ലോ. സോ ഔട്ട്പുട്ട് നെഗറ്റീവ് ആവും. സോ അതായത് എന്താ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ ആദ്യം ഇൻപുട്ട് ലോ ആയപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയി. ഇപ്പൊ എന്ത് ചെയ്തു? ഇൻപുട്ട് ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് ലോ ആയി. ഓക്കെ, ഇവിടെ ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് ലോ ആയി. സോ ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് ലോ ഔട്ട്പുട്ട് വോളിയം കിട്ടും, ഔട്ട്പുട്ട് വാല്യൂ കിട്ടും. അങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻവെർട്ടിംഗ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഒന്നുമില്ല, ഇൻപുട്ട് കൂടുമ്പോൾ ഔട്ട്പുട്ട് കുറയും, അതേപോലെ ഇൻപുട്ട് കുറയുമ്പോൾ ഔട്ട്പുട്ട് കൂടും. ഇതാണ് സ്വിച്ചിന്റെ പ്രിൻസിപ്പിൾ. മെയിൻ ആയിട്ട് 2 റീജിയനിലാണ് ആക്ട് ചെയ്യുക. ഒന്ന് കട്ട് ഓഫ് റീജിയൻ, മറ്റേത് സാച്ചുറേഷൻ റീജിയൻ. ആക്റ്റീവ് റീജിയനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല.
സോ ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ താങ്ക് യു.